10 വർഷത്തെ മാധ്യമപ്രവർത്തന പരിചയമുണ്ട് എനിക്ക്. ഇന്നു വരെ വായിച്ചതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായൊരു വാർത്താക്കുറിപ്പ് ഇന്നലെ വായിക്കുകയുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ KGMCTയുടെ കണ്ണീരുപ്പ് കലർന്ന കുറിപ്പാണത്. പ്രതികൂല സാഹചര്യങ്ങളിലും സ്തുത്യർഹ സേവനം നൽകുന്ന മെഡിക്കൽ കോളേജ് ടീച്ചർമാരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് അതിലെ വിലാപം. തുടക്കം ഇങ്ങനെയാണ്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരാവർത്തി വായിച്ചാൽ അത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ദഹിക്കുന്നതല്ല. അതിങ്ങനെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കുട്ടിക്ക് നാക്കിനടിയിലായി കെട്ട് ശ്രദ്ധയിൽപ്പെട്ടു. നാക്കിനടിയിലെ ചെറിയ വൈകല്യമായതിനാൽ അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ പെടാറില്ല. നാവിലെ കെട്ടഴിച്ചു കൊടുക്കാതെ ഇരുന്നാൽ ഇപ്പോൾ പ്രത്യക്ഷ പ്രശ്നങ്ങളില്ലെങ്കിലും ഭാവിയിൽ അത് സംസാര വൈകല്യത്തിന് കാരണമാകാം എന്നുള്ളതിനാലും സംസാരം പൂർണ്ണമായി വികസിച്ചു കഴിഞ്ഞാൽ വൈകല്യം ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടായതിനാലും അതിന് പ്രഥമ പരിഗണന നൽകി. എങ്ങനെ ഒരു സർജറിക്ക് ചെന്നിരിക്കുന്ന കുട്ടിക്ക് ആ സർജറി ചെയ്യാതെ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി ഗണിച്ചു കണ്ട് അതിന് പ്രഥമ പരിഗണന നൽകി കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ടങ് ടൈ ഇല്ലാത്ത കുട്ടികളിൽ ഈ ശസ്ത്രക്രിയ സാധ്യമല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 6ാം വിരലിന്റെ ശസ്ത്രക്രിയ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിനാൽ അത് ചെയ്യാനാണ് കേട്ടോ ആ കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ തന്നെ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിനാൽ അതും അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുകയായിരുന്നു. നാക്കിന്റെ താഴെ പാട പോലെ കാണുന്ന ടങ് ടൈ നാക്കിലെ കെട്ടാണ്. ഇതാണ് ശസ്ത്രക്രിയ ചെയ്തു മാറ്റിയത്. ഇത് കുട്ടിയുടെ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. ഇതല്ലാതെ നാക്കിന്റെ അറ്റം മുറിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. വേദന അതാണ്. വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ചു നടത്തിയ സസ്പെൻഷൻ നിർഭാഗ്യകരമാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളിലും സ്തുത്യർഹമായ സേവനം നടക്കുന്ന മെഡിക്കൽ കോളേജ് ടീച്ചർമാരുടെ ആത്മവീര്യം തകർക്കുന്നതാകരുത് നടപടികൾ എന്നിങ്ങനെയാണ് ആ വാർത്താക്കുറിപ്പ് മുന്നോട്ട് പോകുന്നത്. ഒരു കുറ്റമുണ്ടായാൽ, ഒരു വീഴ്ചയുണ്ടായാൽ അതിനെ ലഘൂകരിച്ചു കാണിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. ഇത് പക്ഷേ സംഘടിതമാണ്. ഒരു സംഘടനയുടെ ഔദ്യോഗിക വിശദീകരണ കുറിപ്പാണിത്. നടന്നത് അനാസ്ഥയുടെ കൊടിയേറ്റം, അവകാശപ്പെടുന്നത് കരുതലിന്റെ പടനീക്കം. ഉളുപ്പ് എന്നൊരു വികാരം മനുഷ്യർക്കുണ്ട്. അതൊരു കുറിപ്പടി പ്രകാരം 1 ഔൺസ് 4 നേരം നല്ലതാണ്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ന്യായീകരണം ആരുടെ കണ്ണുകെട്ടാൻ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്താണ്? തുടർവീഴ്ചകൾക്ക് ആരുത്തരം പറയും? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഹർഷിനയെ മറന്നിട്ടുണ്ടാകില്ല. ഒരു പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക വെച്ച് കൂട്ടിത്തുന്നിക്കൊടുത്ത് അതിൻ്റെ ദുരിതം വർഷങ്ങളോളം സഹിച്ച ഒരു വീട്ടമ്മ നമ്മുടെ മുന്നിൽ വന്ന് നീതിക്ക് വേണ്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഡോക്ടർ മുബാറക് സാനി KPMCTയുടെ പ്രതിനിധിയാണ്. ശ്രീ റജി ലോക്കോസ് ഇടത് സഹയാത്രികൻ, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ഹർഷിന, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ഹലോ ശ്രീമതി ഹർഷിന, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് കേരളം കേൾക്കുന്ന ആദ്യത്തെ ചികിത്സാ പിഴവോ വീഴ്ചയോ അല്ല ഇത്. അങ്ങയുടെ പേര്, അതിനുശേഷം കേരളം തലകുനിച്ചു നിന്ന ഒരു പീഡനത്തിന്റെ കാര്യം, അതിനുശേഷം അതിനു മുൻപ് അവിടെ അതിൻ്റെ പരിസരത്ത് അനീതിക്കിരയായി മരിച്ചു പോകേണ്ടി വന്നൊരു മനുഷ്യൻ്റെ കാര്യം, അതിൽ പിന്നെ ശരി അധികൃതരുടെ ഭാഗത്തുനിന്ന് നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് പറയാം. അങ്ങനെ പലതും. ഇപ്പോൾ ഒരു കുഞ്ഞ്, അതിന് നാവിനടിയിലെ കെട്ട് പരിഹരിച്ചു എന്നാണ് ഔദ്യോഗികമായി ഇവർ നൽകുന്ന വിശദീകരണം. പക്ഷെ ആ ചികിത്സയ്ക്കല്ല ആ കുട്ടി അവിടെ എത്തിയിട്ടുള്ളത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെ അങ്ങെങ്ങനെയാണ് കാണുന്നത്? ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും ഇരക്ക് നീതി കിട്ടുന്നതിനേക്കാളേറെ അതിന് കാരണക്കാരായവരെ എങ്ങനെ സംരക്ഷിക്കാം എന്ന നിലപാടാണ് ആരോഗ്യവകുപ്പും അധികൃതരും ശ്രമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. ഞാൻ തന്നെ 7 വർഷത്തോളം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ചൊവ്വാഴ്ച ഈ ഒരു സർജറി കാരണം എൻ്റെ ശരീരത്തിൽ വന്നിട്ടുള്ള വേറൊരു ദുരിതത്തിനുള്ള അടുത്ത സർജറിക്ക് തയ്യാറായി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ പിഴവുകൾ സംഭവിച്ചിട്ടും
അതിന് കാരണക്കാരായവർക്കെതിരെ കർശനമായ ഒരു നടപടി വരുന്നില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അതിനെ നമ്മൾ ഈ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നിട്ട് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഹർഷിനെ കൂടെയാണ്, ഹർഷിനക്ക് നീതി ഉറപ്പാക്കും, ഹർഷിനക്ക് നഷ്ടപരിഹാരം ഒക്കെ ഇങ്ങനെ എത്ര പറയുക ഏത് സമയത്ത് ചോദിച്ചാലും ഹർഷിനക്ക് നീതി ഉറപ്പാക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എവിടെ നീതി എന്നുള്ളതാണ് ഇപ്പോഴും ചോദിക്കുന്നത്. എവിടെ നീതി? ഈ ഒരു പ്രശ്നത്തിന് എവിടെ പരിഹാരം? ഇത്ര കാലങ്ങളായി അടുത്ത ചികിത്സക്ക് പണമില്ലാതെ ജനങ്ങളുടെ മുന്നിലേക്ക് കൈ നീട്ടി ഇറങ്ങേണ്ട അവസ്ഥ എനിക്ക് വരുത്തിയവർ എവിടെ? നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി 110 ദിവസത്തോളം ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും സഹിച്ച് ഞാനും എൻ്റെ കൂടെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത കുറേ ജനങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടിയതിൻ്റെ ആ ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് കോടതിയിലെങ്കിലും ഈ കേസ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നോ തേഞ്ഞു മാഞ്ഞു പോയിരുന്നു. അങ്ങനെ ഓരോ പിഴവുകളും ഹർഷന പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി ചെറുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ആ വീഴ്ചയെ ഒറ്റക്കെട്ടായി ചെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് വയറു തുറന്നുള്ള ശസ്ത്രക്രിയ എത്ര തവണ നടത്തി എന്നത് സംബന്ധിച്ച് ഹർഷനയ്ക്ക് ഒരു ബോധ്യമുണ്ട്. ഇത് മനുഷ്യൻ വായിലൂടെ വിഴുങ്ങി വയറിലെത്തിയ ഒരു കാര്യമല്ല എന്നത് അറിയാവുന്നതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ നിന്നാണ് ഇത് സംഭവിച്ചത് എന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സംവിധാനം അപ്പുറത്തുണ്ടായിരുന്നു. ഇന്ന് ഈ കുഞ്ഞിന്റെ കാര്യത്തിലും കേൾക്കാൻ കഴിയുന്ന ന്യായങ്ങൾ ദഹിക്കുന്നതാണോ? ഒരിക്കലും അല്ല. ഇതുപോലും എൻ്റെ 3 സിസേറിയൻ അതിൽ മുൻപത്തെ സിസേറിയനിലായിരിക്കും വന്നതെന്ന്. ഒരു 12 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള വലിയൊരു ആർട്ടറി ഫോർസെപ്സും വെച്ചിട്ട് ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ സാമാന്യം ബുദ്ധിയുള്ള MBBS ഒന്നും പഠിക്കേണ്ട ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുമല്ലോ ഏത് സർജറിയിലായിരിക്കും ഇത് കുടുങ്ങിയിട്ടുണ്ടാവുക എന്ന്. ഇത് കണ്ടെത്തിയ ഉടനെ ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആ ഡോക്ടർ പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ കഴിഞ്ഞ ഓപ്പറേഷൻ ആ മൂന്നാമത്തേതാന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തേൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത ഡോക്ടേഴ്സ് അടക്കം 99% അവർ പിന്നെ ആക്കി. 99% ഇവിടെ നിന്നാണ്. എന്നാലും ഒരു ദുരൂഹത. കാരണം അവർക്ക് ഇതിനൊരു ഉത്തരവാദി ഇല്ലാതാക്കുക എന്നുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ ചെയ്തവർക്ക് സംരക്ഷിക്കാൻ സംഘടനകളുണ്ട്. അവർ വലിയ സംവിധാനങ്ങളാണ്. പണം കൊണ്ടാണെങ്കിലും സ്വാധീനം കൊണ്ടാണെങ്കിലും മുകളിലായതുകൊണ്ട് അവർക്ക് ആരെയും പേടിക്കാനില്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. ഇത്രയധികം പോരാട്ടം നടത്തിയിട്ടും ഇത്രയധികം തെളിവുകൾ നിരത്തിയിട്ടും ഇതുവരെ ഒരു നീതി അല്ലെങ്കിൽ ഒരു പരിഹാരം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് തുടർച്ചയായി ഇനിയും തുടർന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളതാ. അങ്ങനെ വരാതിരിക്കാൻ ഇനിയൊരു ഹർഷിന അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പ്രയാസം അനുഭവിച്ചിട്ടും ഇത്രയും വലിയൊരു പോരാട്ടത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. ശ്രീ ഡോക്ടർ മുബാറക് സാനി, ഈ KGM സെട്ടിയുടെ വാർത്താക്കുറിപ്പ് ഞാൻ വായിച്ചത് അങ്ങും കേട്ട് കാണും. അങ്ങയുടെ നിലപാട് എന്താണ്? ഇത്തരത്തിൽ സംഘടിതമായി ന്യായീകരിക്കേണ്ട ഒന്നാണോ ചികിത്സാ വീഴ്ച എന്ന് പറയുന്നത്? വീഴ്ചയുണ്ടാകും, എനിക്ക് വീഴ്ചയുണ്ടാകും, അങ്ങേക്ക് വീഴ്ചയുണ്ടാകും, മനുഷ്യരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും വീഴ്ചയുണ്ടാകും. പക്ഷെ അത് അംഗീകരിക്കുക, ഇനിയൊന്നും ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക എന്നതിനപ്പുറത്ത് സംഘടിതമായി ചേർക്കുക, ഒരു ലജ്ജയുമില്ലാതെ ന്യായീകരിക്കുക എന്നൊരു സമീപനം അതെത്രത്തോളം അഭികാമ്യമാണ്? നോക്കൂ മാധു കേൾക്കാവോ? എനിക്ക് കേൾക്കാം ഡോക്ടർ മുബാറക് സാനി. ഓക്കെ. അപ്പം കാരണം ഈ ആരോഗ്യ മേഖലയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതകരമായിട്ടുള്ള വളരെ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആരോഗ്യശാസ്ത്രം എന്നുള്ള നിലക്ക് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ നന്നായിട്ടറിയാം. ലോകത്ത് എവിടെയാണെങ്കിലും, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ, ഇന്ത്യയിലെ വലിയ ആശുപത്രികളിലാണെങ്കിൽ, സർക്കാർ ആശുപത്രിയും സ്വകാര്യ ആശുപത്രിയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ മനുഷ്യ സാധ്യത്തിന് അപ്പുറത്ത് പോയിട്ട് തന്നെ ഇത്തരം എററുകൾ സംഭവിക്കുക എന്നുള്ളത് അതിനകത്ത് പലപ്പോഴും നമ്മൾ അംഗീകരിച്ചിട്ടുള്ള അറിയുന്ന ഒട്ടേറെ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഇന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന മാധു തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ എറേഴ്സ് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്കുകളൊക്കെ നമുക്ക് കിട്ടും. ഓരോ അളവിൽ ഇപ്പോൾ 50% ഒക്കെ തന്നെ പല കാര്യത്തിനകത്തും എറർ
എറർ വരുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കേഷൻ എററാണെങ്കിൽ, അത് ഡിസ്പെൻസ് ചെയ്യുന്നതാണെങ്കിൽ, അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഇതിൽ സംഭവിക്കുന്ന പല ചെറിയ ചെറിയ മൈനറായിട്ടുള്ള എററുകൾ ഉണ്ടാവും, കുറച്ച് മേജറായിട്ടുള്ള എററുകൾ, ഇതൊക്കെ സംഭവിക്കുന്നു. ഇത് പക്ഷേ സംഭവിക്കാൻ പാടില്ല, ഒരു സംശയമില്ല. അക്കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. പക്ഷേ കുറച്ച് കൊണ്ടുവരിക, നമ്മുടെ ശാസ്ത്രം വികസിക്കുന്നതിനനുസരിച്ച് കൊണ്ട് അതിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ, അതിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് ആണ് ശിക്ഷയും വിമർശനമൊക്കെ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ, ഈ ചാനലുകളൊക്കെ ഇത് ബ്രേക്ക് ചെയ്യുന്നത് തന്നെ ഒരു കുട്ടിയുടെ നാക്ക് മുറിച്ച് മാറ്റി ഇനി അതിനൊന്നും ചെയ്യാൻ കഴിയില്ല, എന്തോ ഭയങ്കരമായ സംഭവം നടന്നു, ഡോക്ടർ എന്തോ വളരെ കുറ്റം ചെയ്തു എന്നുള്ളത് തരത്തിലേക്ക് അത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഗ്രാവിറ്റി പ്രതീക്ഷത്തിൽ അപ്പുറത്തേക്ക് പെരുപ്പിച്ച് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടായി. സ്വാഭാവികമായിട്ടും അതിനെ ചെറുക്കുക എന്നുള്ളത് ആ സംഘടനയുടെ ഉത്തരവാദിത്വം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ രണ്ട് കാര്യം നമ്മൾ കാണണം. ആ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ ആ ഡോക്ടർ കൃത്യമായി തന്നെ ബന്ധുക്കളെ കാണുകയും സംസാരിക്കുകയും മാപ്പപേക്ഷിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പരിഹാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അധികൃതർ അറിഞ്ഞപ്പോൾ ഒരു സംശയം വേണ്ട, മന്ത്രിയിൽ നിന്ന് മുഴുവൻ ആളുകളും അത് ഉദ്യോഗസ്ഥന്മാരും ആരെങ്കിലും ന്യായീകരിക്കാനോ അതിനെ മാറ്റിവെക്കാനോ അല്ല ചെയ്തത്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് ചെയ്യുമ്പോൾ തന്നെ മാതാപിതാക്കളോട് ക്ഷമ ചോദിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഞാൻ ഈ പത്രക്കുറിപ്പ് മുഴുവനായി വായിച്ചു അല്ലെ ശ്രീ മുബാറക് സാനി, ഇതിലെവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റി ആ കുഞ്ഞിനും അതിൻ്റെ കുടുംബത്തിനുമുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ അവരെ ചേർത്തു പിടിക്കും, അതുമായി ബന്ധപ്പെട്ട എന്തു പ്രശ്നമുണ്ടായാലും ഞങ്ങൾ ഭാവിയിൽ അതിനുള്ള മുഴുവൻ പിന്തുണയും നൽകും, എന്തെങ്കിലും ഒന്ന് ഞങ്ങളെന്തോ വിശുദ്ധ കാര്യം ചെയ്തു, അതിനായിരുന്നു പ്രഥമ പരിഗണന വേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചു, ഇതൊന്നും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്നു എന്ന വിലാപകാവ്യം രചിച്ചു വെക്കുകയല്ലാതെ അവനവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ വീഴ്ചയ്ക്ക് ഒരു വാക്കുകൊണ്ടൊരു ഖേദപ്രകടനം അങ്ങേക്ക് കാണിച്ചു തരാൻ കഴിയോ? ഞാൻ അങ്ങ് പറയുന്നത് മുഴുവനും കൂടെ ചേർന്ന് കേൾക്കും. അല്ല ഇത് അല്ല ഒറ്റ കാര്യം, അതിൽ രണ്ട് പ്രസ്താവന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇറക്കിയിട്ടുള്ള പ്രസ്താവന, ആദ്യം ഇറക്കിയിട്ടുള്ള സസ്പെൻഷൻ വരുന്നതിന് മുമ്പേ ഉള്ള പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ വളരെ കൃത്യമായിട്ട് സംഭവിച്ച ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇറക്കിയ പ്രസ്താവനയാണ് മാധു വായിക്കുന്ന പ്രസ്താവന. സ്വാഭാവികമായിട്ടും ആ സിറ്റുവേഷൻ അതിനകത്ത് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി എന്താണ് സംഭവിച്ചത്, ടങ് ടൈ എന്ന് പറയുന്നത് ആ കൊച്ചിനെ സഹായിക്കാൻ വേണ്ടി തന്നെ ചെയ്തിട്ടുള്ളതാണ്, ആ കുട്ടിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി അതിനകത്ത് ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ പ്രസ്താവനയിൽ സ്വാഭാവികമായിട്ടും ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസ്താവനയിൽ ഇതിൽ സംഭവിച്ച ഈ ഡോക്ടർ ഇടപെട്ടതും അതിനകത്ത് കൺസെൻ്റ് എടുത്തിട്ടില്ല എന്ന ഭാഗത്ത് ഡോക്ടറുടെ ഭാഗത്തുണ്ടായിരുന്ന ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ പ്രസ്താവന, ഇനി വരുന്ന പ്രസ്താവന അതിൻ്റെ കോണ്ടെക്സ്റ്റിനകത്ത് നിന്ന് മാറ്റി വെച്ചുകൊണ്ടുള്ള ഈ ഒരു വിമർശനം, അതുകൊണ്ട് നമുക്കതൊക്കെ പരിഗണിച്ച് മുന്നോട്ട് പോകാം. ഇങ്ങനെ ഏകപക്ഷീയമായി ആക്രമിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങത് വായിച്ചു കേൾപ്പിക്കും. അല്ല, തീർച്ചയായിട്ടും ആദ്യത്തെ അല്ല ഞാൻ KGM-CTA എന്നുള്ളതിൻ്റെ ഭാരവാഹിയൊന്നുമല്ല. KGM-CTA ആദ്യത്തെ പ്രസ്താവന നമ്മൾ നേരിട്ട് കണ്ടാണ്. ഈ പ്രസ്താവന അല്ല, ഇതിന് മുമ്പ് വന്ന പ്രസ്താവന. അതിനകത്ത് ഈ കാര്യങ്ങൾ അതിനകത്ത് ഡോക്ടർ സംസാരിക്കുകയും ചെയ്ത കാര്യം കൺസെന്റ് എടുത്തിട്ടല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന വിശദീകരണം വന്നിട്ടുണ്ട്. കൺസെന്റ് എടുത്തിട്ടാണ് ചെയ്തതെന്ന് പറയാൻ കഴിയില്ല എന്ന ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു വിശദീകരണം നൽകുമ്പോൾ അതിൽ പിഴവുണ്ടായി എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല, പിഴവുണ്ടായെങ്കിൽ 100 ആവർത്തിച്ച് പറയണം. കാരണം ഇപ്പുറത്തേക്കുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ കുടുംബം, കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ വിശ്വസിക്കുന്ന ജനവിഭാഗം ഇവരൊക്കെയാണ്. അപ്പോൾ അവനവൻ്റെ ഈ വലിയ ആത്മാഭിമാന ബോധത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുക എന്നതിനപ്പുറത്ത് സമൂഹത്തോട് എന്തൊക്കെയോ കടപ്പാടും ഈ പറയുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് തുടരെ അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിനൊരു ബാധ്യതയുണ്ടല്ലോ എന്നത് അങ്ങോട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ MK ഹരിദാസ്, സസ്പെൻഷൻ എന്ന നടപടി ഉണ്ടായിരിക്കുന്നു ഒരു സാധാരണ മനുഷ്യന്, അനീതി ഉണ്ടായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിന് കാരണമായിരിക്കുന്ന ആൾക്ക് ആവശ്യമായ ശിക്ഷയുണ്ടാവുക, നടപടി ഉണ്ടാവുക എന്നുള്ളത്.
പക്ഷേ ആ സസ്പെൻഷനെ പോലും എന്താ ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് എന്തോ വളരെ വിശുദ്ധമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് അത്തരത്തിൽ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ധൃതി പിടിച്ചു നടത്തിയ ഒരു സസ്പെൻഷനാണ്, അത് നിർഭാഗ്യകരമാണ് എന്നാണ്. തൊടാൻ പാടില്ല, ഒരു തരത്തിലുള്ള വീഴ്ചയ്ക്കും ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഒരു സമൂഹത്തിലേക്കും സംവിധാനത്തിലേക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന സംഘടിത ശക്തിയായിട്ടാണോ ആരോഗ്യ മേഖലയിലുള്ളവർ പ്രവർത്തിക്കേണ്ടത്? സംഘടിത ശക്തിയായിട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ദൂഷിത ഫലം അനുഭവിക്കുന്നത് അസംഘടിതരായ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പോൾ അതിനെ നമുക്ക് അതിജീവിക്കാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും ആരോഗ്യരംഗത്തു നിന്നും ഇത്തരത്തിൽ സംഘടിതമായിട്ടുള്ള ഒരു ശക്തി ഇത്തരം പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി ഇറക്കുന്ന ഇത്തരം പത്രക്കുറിപ്പുകൾ അങ്ങേയറ്റം അപലപനീയമാണ്. കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കേരളം അനാസ്ഥയുടെ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നാക്കി മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ മുബാരക്, താങ്കളുടെ മുഴുവൻ പേര് ഞാൻ എനിക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നമുള്ളത് കണ്ട് കേട്ടില്ല. അങ്ങ് ഗൂഗിൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരുപാട് ശരി, അദ്ദേഹത്തെ ഞാൻ ഡോക്ടർമാരെ കാണുന്നതും അത് ദൈവങ്ങളെ പോലെയാണ്. കാരണം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൈവങ്ങളെ കാണുക എന്ന് പറഞ്ഞത് ഡോക്ടർമാരാണ്. പക്ഷെ അത്തരത്തിൽ തന്നെ ചെകുത്താൻ്റെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ വിമർശിക്കാതിരിക്കാൻ തരമില്ല. മാതൃഭൂമി 3 ദിവസം മുമ്പാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ഡോക്ടറെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിലേക്ക് എന്നെ പ്രതികരിക്കാൻ വിളിച്ചിട്ട് ഞാൻ ആ ചർച്ചയിൽ അങ്ങേയറ്റം ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കൂടിപ്പോയോ എന്നുള്ളത് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട് സാർ, ഒരുപാട് കേസുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ സാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പാവപ്പെട്ടവൻ പോലും ഒരു പൗരപ്രമുഖരുടെ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടായതായിട്ടുള്ളോ ഒരു ഡോക്ടർമാരുടെ മക്കൾക്ക് പോലും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സഹോദരിമാർക്കോ ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങൾക്കോ ഇത്തരത്തിലുള്ള ദുരന്തം നേരിട്ടതായിട്ടോ അങ്ങേക്ക് ഒരു ഗൂഗിളിൻ്റെ ഒരു റെഫറൻസ് എനിക്ക് തരാൻ പറ്റുമോ? ഇല്ല. പാവപ്പെട്ടവൻ, അതായത് സ്വകാര്യ ആശുപത്രികൾ അറവുശാലകൾക്ക് തുല്യമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പാവപ്പെട്ടവൻ അവൻ്റെ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥലങ്ങളെ സമീപിക്കുമ്പോൾ അവിടെ നിന്നും അനാസ്ഥയുടെ ബലിയാടുകളാക്കിയിട്ട് അവർക്ക് പുറത്തേക്ക് വരുമ്പോൾ അങ്ങ് പറയുന്ന ഈ ന്യായം തൊണ്ട തൊടാണ്ട് വിഴുങ്ങാൻ സാധാരണക്കാരായ നികുതിദായകർക്ക് ആകില്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക. പിന്നെ താങ്കൾ പറഞ്ഞു ഖേദപ്രകടനം. മാധു പറഞ്ഞു ഖേദപ്രകടനം ഒരു പത്രക്കുറിപ്പിൽ ഇറക്കാത്ത കാര്യം ചൂണ്ടിക്കാണിച്ചു. അത് വളരെ പ്രസക്തമാണ്. ഒരു പൗരപ്രമുഖൻ്റെ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നതെങ്കിൽ നിങ്ങളതിൽ ഒന്ന് ബോൾഡായിട്ട് ഇത്തരത്തിലൊരു കാര്യം എഴുതുമായിരുന്നു. ഞങ്ങളിതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു, ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്ന് പറയുമായിരുന്നു. ഇത് പാവപ്പെട്ടവനല്ലേ സാർ, നികുതിദായകനല്ലേ? താങ്കൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക സാർ, ഇത്തരത്തിലുള്ള അനാസ്ഥയുടെ പേരിലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിച്ച ഒരു ഡോക്ടർമാരും കേരളത്തിലെ ഒരു ജയിലുകളിലും കിടക്കുന്നില്ല സാർ. അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇത്തരം പാവപ്പെട്ട ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല സാർ. നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പാവപ്പെട്ടവൻ കൊടുക്കുന്ന നികുതിപ്പണം എടുത്തുകൊണ്ടാണ് സർക്കാർ നൽകുന്നത്. 4-5 രോഗികൾക്ക് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാനും 4-5 ഡോക്ടർമാർ കൃത്യമായിട്ട് ജയിലിൽ പോകാനും സാധ്യതയുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം ചെയ്യില്ല സാർ. ഞാൻ MBBS ഒന്നും പഠിച്ചിട്ടില്ല സാർ. ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സർജനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ഓപ്പറേഷൻ ടേബിളിലേക്ക് ഒരു സർജൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ രോഗിയുടെ ചാർട്ട് എടുത്ത് പരിശോധിക്കുകയല്ലേ സാർ? ആ രോഗിയുടെ രോഗം എന്താണെന്ന് ആ ചാർട്ടിൽ വളരെ വലുതായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ സാർ? അവിടെ ഈ കുട്ടിക്ക് ടങ് ടൈ ഉണ്ട് എന്നുള്ളൊരു വാക്കില്ലാത്തടത്തോളം കാലം എങ്ങനെയാണ് സാർ നിങ്ങൾ ഈ ടങ് ടൈയുടെ ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് ഡോക്ടർ ഈ കുട്ടിയെ പരിശോധിച്ചപ്പോ ഈ കുഞ്ഞിന്റെ 6ാമത്തെ വിരൽ നീക്കം ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് പ്രാഥമികമായ പരിഗണന കൊടുക്കേണ്ടത് ഈ ടങ് ടൈ നീക്കം ചെയ്യലാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായെന്നേ. നമുക്ക് മനസ്സിലാവാത്തതാണ്, ഡോക്ടർക്ക് അങ്ങനെ മനസ്സിലായിട്ട് ഡോക്ടർ അത് അടിയന്തരമായി ചെയ്യേണ്ടത് കൊണ്ട് ചെയ്തു തീർത്തതാണ്. എന്നിട്ട് പിന്നെ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത സർജറിയും ചെയ്തു കൊടുത്തു. ഇതിങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെ നമ്മൾ വിഴുങ്ങണം, നമ്മളത് കേട്ടിട്ട് തൊണ്ട തൊടാതെ വെള്ളം പോലും കുടിക്കാതെ വിഴുങ്ങണം. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എൻ്റെ മാധു, അതായത് ഡോക്ടർമാരെ വിശ്വസിച്ചിട്ട് ഓപ്പറേഷന് വേണ്ടി പോയ ഒരു യുവതി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യുവതിയുടെ വയറ്റിലെ ഒരു കത്ര മറന്നു വെച്ചിട്ടുള്ള കാര്യത്തിൽ അത് അവരുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന സിസേറിയനിലാണ്.
മുമ്പുണ്ടായിരുന്ന സിസേറിയനായാലും അത് ഡോക്ടർമാർക്ക് പറ്റിയതാണെന്നുള്ളത് ശ്രീ മുബാറക് എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സാറ് മനസ്സിലാക്കുക. അപ്പോൾ ഡോക്ടർമാരുടെ ഇത്തരം കൈപ്പഴകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നാളെ ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരു ചെറിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ നാളെ ഓപ്പറേഷൻ ടേബിളിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഹെർണിയുണ്ട്, ഹെർണിയയുടെ ഓപ്പറേഷൻ ചെല്ലുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടത് മറ്റൊരു ഓപ്പറേഷനാണ് എന്ന് കരുതിക്കൊണ്ട് ആ ഓപ്പറേഷൻ ചെയ്യാൻ ആരാണ് സാർ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നത്? നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നുണ്ടല്ലോ. ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് അപകടം നടന്നാലും അതിൽ ഡോക്ടർമാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കണ്ണിൽ വായിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുന്നുണ്ടല്ലോ സാർ. അത് ഞങ്ങളുടെ കഴുത്തിലിടാനുള്ള കൊലക്കയറാണെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് സാർ, അത് തെറ്റാണ്. ഇവിടെ നീതി കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. ഓക്കെ, ഞാൻ എങ്കിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, നമ്മൾ നമ്പർ 1 കേരളമാണെങ്കിൽ, നമ്മളുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെങ്കിൽ നമുക്ക് അതിലൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് ആരോഗ്യ മേഖലയിൽ നിന്ന്. ഇത് നോക്കൂ, സർക്കാർ ആശുപത്രികളിലേക്ക്, ഒരു മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസുമായി വരുന്നു. ഏറ്റവും വലിയ ആശ്രയമാണ് സാധാരണക്കാരൻ്റേത്. അവൻ ഈ പറയുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയി ലക്ഷങ്ങൾ മുടക്കി ചികിത്സ തേടാൻ കഴിയാത്തതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഒരു പക്ഷേ അതിന് പിന്നിൽ. അപ്പോൾ അവിടെ വരുമ്പോൾ കൃത്യമായ ചികിത്സ നൽകുന്നു, ഉത്തരവാദിത്വ ബോധത്തോടെ അത് നൽകുന്നു, ആ സേവനം നൽകുന്നു എന്നൊരു ബോധ്യം വേണം. എന്താ നോക്കൂ, നമ്മളുടെ ആരോഗ്യ മേഖലയെ വില കുറച്ച് കാണിക്കാൻ ഇടയാകുന്ന തരത്തിലുള്ള പ്രവണതയുണ്ടാകുന്നുണ്ട് എങ്കിൽ അവിടെ പോയാൽ കൃത്യമായ ചികിത്സ കിട്ടില്ല, ഒരു പക്ഷേ ജീവന് പോലും ഹാനികരമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ബോധ്യം പൊതുജനത്തിനുണ്ടാകും വിധം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കിടക്കാടം പണയം വെച്ചിട്ടാണെങ്കിലും ഉള്ളത് മുഴുവൻ വിറ്റുതുലച്ചിട്ടാണെങ്കിലും പോകാൻ സമൂഹത്തെ നിർബന്ധിതരാക്കുന്ന രീതിയിൽ കെടുകാര്യസ്ഥത വാഴുന്നുണ്ടെങ്കിൽ അതിൽ അടിമുടി പരിഷ്കാരം വേണ്ടതുണ്ട്. മാധു എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, നമ്മൾ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്നതാണ് അവിടെ ആരോഗ്യ മേഖലയിൽ. അതിൽ മാധു ഒരു സംശയം വിചാരിക്കേണ്ട, നമ്മൾ നമ്പർ 1 തന്നെയാണ്. നേരത്തെ ഡോക്ടർ മുബാറക്, ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ പറഞ്ഞു ഹ്യൂമൺ എറർ സംഭവിക്കാറുണ്ട്. അദ്ദേഹം അമേരിക്കയൊക്കെ ഉദാഹരിച്ചു. എന്നാൽ ഞാനൊരു കണക്കം കൊണ്ട് പറയാം. അതായത് അമേരിക്കയിൽ ചികിത്സാ രംഗത്തെ പിഴവിൻ്റെ ശതമാനം എന്ന് പറയുന്ന 3.1%. എന്നാൽ അത് കേരളത്തിൽ കേവലം 1.2% മാത്രമേ ഉള്ളൂ. അമേരിക്കയാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഡോക്ടർ ബിനോജ് ജോൺസൺ എന്ന് പറയുന്ന ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ച, തർക്കിക്കാനൊന്നുമില്ല, അതിലൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. 4 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ 6ാമത്തെ വിരൽ ശസ്ത്രക്രിയയിലൂടെ റിമൂവ് ചെയ്യാൻ ചെന്നപ്പോൾ നാക്ക്, ടങ് ടൈ എന്ന് പറയുന്ന ആ പ്രതിഭാസം, നാക്കിനടിയിലുള്ള ഒരു ചെറിയ ഞരമ്പ് അത് പ്രായം കൂടുന്തോറും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അത് അന്ന് 12ഓളം കുട്ടികളെ അത് തന്നെയായിരുന്നു അവിടെ ചികിത്സിച്ചത്. തൊട്ടുപുറകെ കുഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, ഞാൻ അടിവരവിട്ടായിട്ട് പറയാം, അത് സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മുടെ ആരോഗ്യ രംഗത്ത് വിശ്വസനീയമല്ല, അത് നമ്പർ 1 അല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഉദാഹരണം പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിബ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വൈറസിനെ, ആ പകർച്ചവ്യാധി രോഗത്തിനെ പിടിച്ചു കെട്ടിയത്. ഒരു നേഴ്സ് ജീവത്യാഗം വരെ വഹിച്ചു. അന്ന് ഇതുപോലെ തന്നെ നമ്മളൊക്കെ ചർച്ചയ്ക്കിരുന്നു. അന്ന് ചർച്ചയ്ക്കിരുന്നപ്പോൾ അന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ധൈര്യപൂർവ്വം കോഴിക്കോട് സിറ്റിയിൽ നിന്ന് പോലും ആളുകൾ ഒഴിഞ്ഞു മാറി. ഭീകരമായുള്ള വാർത്തകളുടെ ഫലമായിട്ട് നിവ അത്ര ഭീകരമാണ്, കാരണം ബ്രസീലിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അത്ര ഭയങ്കരമാണ്. അന്നും ഓട്ടോറിക്ഷക്കാർ വരെ കോഴിക്കോട് നഗരം വിട്ടുപോയി ഭയന്നിട്ട്. അത് ഈ ശൈലജ ടീച്ചർ ധൈര്യപൂർവ്വം കോഴിക്കോട് ചെന്ന് ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എല്ലാം ഒന്നിച്ചിരുത്തിക്കൊണ്ട് അതിനെ നേരിട്ടു. അന്നും ഇതേ ഡോക്ടർമാരാണ് ഈ ഭീകരമായിട്ടുള്ള ഈ ഭീഷണിയായ ഈ നിബ എന്ന് പറയുന്ന രോഗത്തിനെ പിടിച്ചു കെട്ടിയത്. അത് കോഴിക്കോടാണ്. രണ്ടാമത് വീണ്ടും റിപ്പോർട്ട് ചെയ്തു. അന്ന് ബഹുമാനപ്പെട്ട വീണ ജോർജ് ആയിരുന്നു മന്ത്രി, അവരും ഇതുപോലെ ചെയ്തു. അത് കഴിഞ്ഞ വർഷമാണ്. അന്ന് ഇതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. കേരള അനാസ്ഥ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ലെറ്റർ എഴുതി കേന്ദ്ര ആരോഗ്യ വകുപ്പിന്. കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ വിദഗ്ധർ കേരളത്തിൽ വന്നപ്പോൾ അവരെന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത്രയ്ക്ക് വിദഗ്ധമായിട്ട് ഈ രോഗത്തെ ഇവിടെ വരിഞ്ഞു കെട്ടിയെന്നാണ് പറയുന്നത്. വവ്വാലുകളെല്ലാം കൂട്ടത്തോടെ കൊന്നു. അങ്ങനെ കേരളത്തിൽ ഒരുപാട് മേഖലകൾ, രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നേടിയ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതും നമ്പർ 1, അത് അഭിമാനത്തോടെ പറയാം. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് ആ ഡോക്ടർക്ക് വന്ന പെശകാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിലും വരുന്ന ഏതെങ്കിലും ഒരു പിഴവിനെ നമ്മൾ ചർച്ച ചെയ്യണം.
വിമർശിക്കണം. അത് നമ്മുടെ നാടിൻ്റെ ആവശ്യം. ഹരിദാസ് സാർ പറഞ്ഞ പോലെ അതിനെ വിമർശിക്കണം. കാരണം നമ്മുടെ ജീവൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ എന്തെല്ലാം രീതിയിലുള്ള പിഴവുകൾ വരുന്നു, എത്ര രോഗികൾ മരിക്കുന്നു. നാക്കിന് പകരം കാല് ശസ്ത്രക്രിയ, അല്ല ഇടത്തെ കാലിന് പകരം വലത്തെ കാല് ശസ്ത്രക്രിയ ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതെല്ലാം വാർത്തയാക്കി ചർച്ച ചെയ്യാറുണ്ടോ? ചർച്ച ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് കാരണം? ആ കാരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് കേൾക്കുന്ന പ്രേക്ഷകർക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ജീവനെ കാക്കുന്ന ഡോക്ടർമാരുടെ മനോബലത്തെ തകർക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അടങ്ങൽ സംസാരിക്കരുത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ സംഭവിച്ചത് ആ നിമിഷം തന്നെ ആ ഡോക്ടർ ക്ഷമ പറഞ്ഞു, എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി വേറൊരു കാര്യം പറയാം. ഞാനൊരു വലിയ ചോദ്യത്തിന്റെ തുടക്കത്തിലാണ്. നമ്മൾ നമ്പർ 1 ആണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തപൂർണ്ണമായ സേവനം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടണം, ആരോഗ്യ മേഖലയിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്പർ 1 തന്നെ അങ്ങനെ പിടിച്ചു തൂങ്ങണമെന്ന നിർബന്ധമൊന്നുമില്ല. അതിൽ എനിക്കും തർക്കമൊന്നുമില്ല. നമ്മുടെ ആരോഗ്യ സംവിധാനം മികച്ചതാണ്. ഇനി ഡോക്ടർ മുബാറക് സാനിയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറയുന്നുണ്ട്, ഹ്യൂമൻ എറർ ഉണ്ടാകില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടായാൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്കൊക്കെ തെറ്റ് പറ്റുമ്പോൾ നമ്മളതിനെ ലഘൂകരിച്ച് കാണിക്കാനുള്ള ശ്രമമുണ്ടാകും. ഇതൊക്കെ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സംഘടിതമായി തെറ്റേ പറ്റിയിട്ടില്ല എന്ന നിലയ്ക്ക്, തെറ്റുപറ്റിയെന്നൊരു വാക്കില്ലാതെ അങ്ങനെ ചെറുക്കുന്ന മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. മറ്റൊന്ന്, അത് ഞാൻ മുബാറക് സാനിയോട് ചോദിച്ചതാണ്. ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന നമ്പർ 1 എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന പൊതു ആരോഗ്യ മേഖലയെ അങ്ങനെ തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ പാകത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് ആരോഗ്യ മേഖലയിലേക്ക് ജനങ്ങൾക്ക് ഉള്ളതെല്ലാം വിറ്റുതച്ചു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ പരിഷ്കാരം വേണമെന്നാണ്. അങ്ങ് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കാത്തത്? അങ്ങേക്ക് ഈ നമ്പർ 1 കുറിച്ച് മാത്രം സംസാരിച്ചു പോയാൽ മതിയോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് ആലോചിക്കണം, ബാധു ഒന്ന് ആലോചിക്കണം. കഴിഞ്ഞ 8 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ 8 വർഷമല്ല, നമ്മൾ കേരളം രൂപീകരിച്ച നാൾ മുതൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മികവ് നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലാണ്. അത് മാധവും ഞാനും ഈ ചർച്ചയിലുള്ള ആരെങ്കിലും തർക്കിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് മുതൽ അങ്ങനെ ഏത് സെഗ്മെന്റിലുള്ള ആശുപത്രി, സർക്കാരിൻ്റെ അധിഷ്ഠിതത്തിലുള്ള ആശുപത്രിയിൽ മാധുവിൻ്റെ ഈ വാർത്താമാധ്യമങ്ങളെ ടീമിനെ ഒന്നും പറഞ്ഞു വിടണം. എത്ര ആധുനികപരമായ രീതിയിൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ചികിത്സയുടെ കാര്യത്തിലായാലും മരുന്നിൻ്റെ കാര്യത്തിലായാലും ഇത്രയ്ക്ക് അഡ്വാൻസ് ഒരു സ്വകാര്യ ആശുപത്രിക്ക് 7 അയലോക്കത്ത് പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ആരോഗ്യ മേഖല സർക്കാർ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളൊരു ദിവസം വരണം. അവിടെ A to Z കാറ്റഗറിയിലുള്ള മനുഷ്യർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരും. ഞാൻ തന്നെ അവിടെ പലതവണ പോയിട്ടുണ്ട്, പല കാര്യങ്ങൾക്കുമായിട്ട്, പല രോഗികളെ കാണുന്നതിനായിട്ട്. അവിടെയുള്ള ആളുകൾക്ക് ആശ്രയ കേന്ദ്രമാണ്. 4 ജില്ലയിൽ നിന്ന് അവിടെ ആൾ വരുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഓരോ സർക്കാർ ആശുപത്രികളിലും. അതിനെയെല്ലാം നമ്മൾ ഞാൻ നമ്പർ 1 എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി. ഈ നമ്പർ 1 നിന്ന് വിടില്ലേ? വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുൻപ് എൻ്റെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ അവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ വാർഡിൽ സ്ഥലമില്ലാഞ്ഞിട്ട്, നമുക്കറിയാലോ റെഫറൻസ് വഴിയാണ് മെഡിക്കൽ കോളേജിലേക്ക് അധികവും രോഗികൾ വരുന്നത്. പായും തലയണയും എടുത്തുകൊണ്ടാണ് വരുന്നത്. വരാന്തയിൽ കിടക്കാൻ ഇടയുള്ളിടത്തെല്ലാം, വിരിവെക്കാൻ ഇടയുള്ളിടത്തെല്ലാം അവിടെ കിടക്കുന്നത് രോഗികളാണ്. അങ്ങനെ ഒരു പ്രൈവറ്റ് ആശുപത്രിക്കും എത്തി നോക്കാൻ കഴിയാത്ത വമ്പും വീമ്പും ഒന്നും പറഞ്ഞു കളയല്ലേ. ഇവിടുത്തെ ഓരോ സാധാരണക്കാരും മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങുന്നതാണ്. ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ, ഒരു CT എടുക്കണമെങ്കിൽ ഒക്കെ ആരെ കൊണ്ടൊക്കെ വിളിച്ചു പറയിക്കണം, അവരെ കൊണ്ടൊക്കെ വിളിച്ചു പറയിക്കാനുള്ള ഓട്ടമാണ് ബൈസ്റ്റാൻഡേഴ്സ് നടത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് വിളിപ്പിച്ചു കളയല്ലേ. അല്ല മാധു, അതിനൊരു വ്യക്തമായ മറുപടി ഉണ്ട്. മാധു ഈ പറയുന്നത്, മാധു മിടുക്കിയായ മാധ്യമ പ്രവർത്തി എടുത്ത് എല്ലാം അറിയാമെങ്കിൽ ഞാനങ്ങ് പറയാം. മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് അക്കോമഡേഷനേക്കാൾ ഉപരിയായ രീതിയിലുള്ള രോഗികൾ വരുന്നുണ്ട്. അവർ ചിലപ്പോൾ സ്ഥലപരിമിതികളുടെ പേരിൽ അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാരണം ആ മെഡിക്കൽ കോളേജുകളെ ഈ സർക്കാർ ആശുപത്രികളിലെ ജനങ്ങൾക്ക് അത്രയ്ക്കും വിശ്വാസമാണ്. ഉള്ള പരിമിതമായ സ്ഥലത്തല്ലേ അവർക്ക് ബെഡും സൗകര്യങ്ങളും കൊടുക്കാൻ പറ്റത്തുള്ളൂ. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മളങ്ങ് തിളങ്ങിപ്പോയെന്നൊന്നും പറയരുതേ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മളങ്ങ് തിളങ്ങിപ്പോയെന്നൊന്നും പറയരുതേ എന്ന് പറഞ്ഞുള്ളൂ. ഒരു മെഡിക്കൽ കോളേജിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു 4 ജില്ലകളിൽ നിന്ന് അവിടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് ഓരോ മെഡിക്കൽ കോളേജിൽ നിന്നും. സത്യമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രോഗികളുടെ ബാഹുല്യമുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ബജറ്റ് വിഹിതം ഉൾപ്പെടെ മാറ്റിവെച്ച് അതിന് അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ജനങ്ങൾ അങ്ങനെ വരാന്തയിൽ കിടക്കട്ടെ, ഞങ്ങൾ ഉത്തരവാദിത്തപൂർവ്വമായ സേവനം നൽകുന്നുണ്ടല്ലോ, അത് കൊതിച്ചാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ വീഴ്ചയും ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ കിടക്കുന്നിടത്ത്, ഇങ്ങനെയൊക്കെ വിശ്വാസം അർപ്പിക്കുന്നിടത്താണ് ഈ വീഴ്ചയും ഉണ്ടാകുന്നത് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്.
നിങ്ങൾ കണ്ണടച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലകളിൽ ഇത്രയധികം സൗകര്യങ്ങളോടുകൂടി വികസിതമായ രീതിയിൽ മോഡേൺ എക്യുപ്മെന്റ്സോട് കൂടി അന്താരാഷ്ട്ര നിലവാരത്തിൽ ലോകത്തിന് അഭിമാനമായിട്ട് നമ്മുടെ അഭിമാനിക്കേണ്ട, നമ്മൾ അഭിമാനിച്ചാൽ മതി. നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടായാൽ മതി. നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടായാൽ മതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് നിപയെ പിടിച്ചു കെട്ടിയത്, അവിടെയാണ് ലിനി രക്തസാക്ഷിയായത് എന്നൊക്കെ. ഡോക്ടർ നഴ്സ് ലിനി അവിടെ ഉണ്ടായിരുന്നത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയാണ് ഡോക്ടർ നഴ്സ് ലിനി എന്ന് പറയുന്നത്. നമ്മളൊക്കെ അഭിമാനത്തോടെ, നമ്മളൊക്കെ സ്നേഹത്തോടെ, നമ്മളൊക്കെ ഏറ്റവും വലിയ കടപ്പാടോടുകൂടി ഓർക്കുന്ന ഒരാളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഒന്ന് രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് എപ്പോഴും വൈറ്റ് വാഷ് ചെയ്താൽ തീരുന്നതല്ല നമ്മുടെ വീഴ്ച എന്നൊന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ശ്രീ റജിലു, ക്വസ്റ്റ്യൻ വരാം. ശ്രീ ഹർഷിന, ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ശ്രീ എം കെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചു, ആർക്കും വ്യക്തിപരമായി ഒരു നഷ്ടവും ഉണ്ടാകില്ല. വ്യക്തിപരമായ പിഴവുകൾക്ക് വ്യക്തിപരമായ നഷ്ടമുണ്ടാകില്ല, വ്യക്തിപരമായ അതിന് പകരം കൊടുക്കേണ്ടിയും വരുന്നില്ല. ഒരു ഡോക്ടറുടെയും സേവനത്തിന് ഒരു സസ്പെൻഷനിലേക്ക് ഒതുങ്ങും, പകുതി ശമ്പളം വാങ്ങി വീട്ടിലിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ഈ സസ്പെൻഷൻ കാലാവധി വിവാദങ്ങൾ അടങ്ങുമ്പോൾ അതങ്ങ് അവസാനിക്കും. ഒരു ഡോക്ടറുടെയും ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല, ആരുടെയും വിരമിക്കലിനെ ബാധിക്കില്ല, ആരുടെയും പെൻഷനെ ബാധിക്കില്ല, ആരും ജയിലിൽ പോകില്ല എന്ന ആത്മവിശ്വാസം ഉള്ളിടത്താണോ നമുക്ക് പിഴച്ചു പോകുന്നത്? പക്ഷേ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഡോക്ടേഴ്സിനെതിരോ ആരോഗ്യ പ്രവർത്തകർക്കെതിരോ അല്ല, ഒരുപാട് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിനിടയിൽ ഇതുപോലെ പിഴവുകൾ സംഭവിക്കും, മനുഷ്യ സഹജമാണ്. പക്ഷേ ആരോഗ്യ മേഖലയിലുള്ള പിഴവ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കണം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം പാടെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഓരോ വീഴ്ചകളും വരുന്നത്. സാധാരണ മറ്റു മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ പോലെയല്ല. പിന്നെ അഥവാ വീഴ്ച വന്നാൽ, ഇത്രയും വലിയ വീഴ്ച വന്നു എന്ന് സമ്മതിക്കുന്നതിനോടൊപ്പം അതിനൊരു പരിഹാരം കാണാനുള്ള ഒരു മനസ്സുകൂടെ വേണം. അല്ലാതെ അവിടെ ഒരു നടപടിയോ ഒരു പരിഹാരവും ഇല്ലാതെ, അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വീഴ്ച വരുന്നുണ്ട്, അത് ഇവിടെയും വന്നോട്ടെ, അവിടെയൊക്കെ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ പരിഹാരം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ 7 വർഷത്തോളമായി അനുഭവിക്കുന്നു. 2 വർഷത്തോളമായി ഇതിൻ്റെ പുറകിൽ നടക്കുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് ഇതിനൊരു പരിഹാരത്തിന്. എവിടെ പരിഹാരം? എവിടെ? ഇപ്പോഴും അടുത്ത സർജറി ഈ ഒരു പിഴവ് മൂലം വന്നതാ. ഇത് വ്യക്തികൾക്ക്, അതായത് നമ്മളെ വീട്ടിലെത്തുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആ ഒരു ആഘാതം മനസ്സിലാവുന്നുള്ളതാണ്. ന്യായീകരിക്കാൻ ആളുകൾ ഇറങ്ങുന്നിടത്തോളം കാലം ഇതിൻ്റെ ആ ഒരു ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അത് കുറ്റം ചെയ്യുന്നവർക്ക് എല്ലാ ഡോക്ടേഴ്സും ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ആ ഒരു അതിനത്രയും ലാഘവത്തോടെ കാണാനുള്ള ഒരിത് വരും എന്നുള്ളതാണ്. കാരണം ഇതിനൊരു സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഇതൊരു സർജറി ടേബിളിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്, മനുഷ്യ ജീവനാണ്. അതിനത്രയും സീരിയസ്നെസ് കൊടുക്കണം എന്നുള്ള ആ ഒരു സംഭവവും, പിന്നെ ഇതിന് ഒരു കർശനമായ നടപടി, ഈ വീഴ്ചകൾക്ക് ഒരു കർശനമായ നടപടി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഈ വീഴ്ചകൾ വീണ്ടും വീണ്ടും ലാഘവത്തോടെ കണ്ടുകൊണ്ട് ഇത് തുടർച്ചയായി വരുന്നു എന്നുള്ള കാരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മളെ കാര്യത്തിലാണെങ്കിൽ ICUവിൽ പീഡനത്തിന് ഇതൊക്കെ ഈ ഇരയായവർക്കേക്കാളേറെ ഇത് ചെയ്തവരാരാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് സംഘടനകളും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇതുമൂലം നഷ്ടം വന്നവർക്ക്, അതുമൂലം നരകിച്ച് ജീവിക്കുന്നവർക്ക് അവരെ പ്രയാസം കാണാനോ അവരെ കൂടെ നിൽക്കാനോ അല്ല ഈ ഉത്തരവാദിത്തപ്പെട്ടവരായാലും ആരോഗ്യ വകുപ്പായാലും ഈ 2-3 വിഷയങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി വന്നതും സസ്പെൻഷൻ വന്നതും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2-3 വർഷങ്ങളായിട്ട് മെഡിക്കൽ കോളേജിനെതിരെ, ആരോഗ്യവകുപ്പിനെതിരെയും പൊതുസമൂഹത്തിൽ നിന്ന് വളരെയധികം വലിയ വിമർശനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നമ്മളൊക്കെ ചെയ്യുന്ന ഈ ഒരു സമര പോരാട്ടത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം ഒരു നടപടി അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവുക എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട സമൂഹം, അല്ലെങ്കിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കായിരുന്നെങ്കിൽ ഇതിനൊന്നും ഒരു പരിഹാരമാവാതെ ഈ വീഴ്ചകളൊക്കെ ആ ഒരു സംഭവിച്ച കുടുംബത്തിനും ആ വ്യക്തിയിൽ ഒതുങ്ങിയിട്ട് അത് കാലാകാലം അവർ നരകിച്ച് ജീവിക്കുക എന്നല്ലാതെ ഇത് സംഭവിപ്പിച്ചവർക്കോ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല, അവർക്കൊന്നും ഒരു വ്യക്തിപരമായ നഷ്ടങ്ങളും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും തുടരാനുള്ള ഒരു കാരണമായിട്ട് നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ,
ഡോക്ടർ മുബാറക് സാനി, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിരോധം എന്ന് പറയുന്നത് നമുക്കറിയാം. ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം ഉണ്ടാകുന്ന സമയത്ത് കേരളീയ സമൂഹം എത്രത്തോളം ഡോക്ടർമാരുടെ ഈ പ്രശ്നങ്ങളോടെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ്. ശ്രീ എം കെ ഹദാസ് പറയാണ്, 3 ദിവസം മുമ്പ് ഒരു ഡോക്ടർക്കെതിരെ ഒരു അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ മേഖലയിലുള്ളവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കേരളം ഒരു നിയമം തന്നെ നിർമ്മിച്ചിരിക്കുന്നു. അതിന് ഏറിയും കുറഞ്ഞും അതിനെ ദുരുപയോഗം ചെയ്യുന്ന പരാതികൾ ഉണ്ടാകുമ്പോൾ പോലും ആരോഗ്യ പ്രവർത്തകർ സമയം നോക്കാതെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അവർക്ക് ഇത്തരം സുരക്ഷ ആവശ്യമുണ്ട് എന്ന ബോധ്യം ഒരു സമൂഹം ഒന്നാകെ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അതിനൊരു നന്ദി പ്രകടനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ സമൂഹത്തിനോടുള്ള ഒരു കടപ്പാട് എന്ന രീതിയിൽ ഒരു പിഴവുണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ അതിനെ മൊത്തമായി ന്യായീകരിക്കാതെ ഒരു ആത്മപരിശോധന നടത്തുക, അല്ലെങ്കിൽ അങ്ങനെ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവുക. പോട്ടെ, ഈ പറയുന്ന മെഡിക്കൽ മേഖലയിൽ ആളുകളുടെ ആരോഗ്യ പ്രവർത്തകരുടെ കുറവുണ്ട്, നിങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണെങ്കിൽ അതും സർക്കാരിനോട് ഇതിനേക്കാൾ ശക്തമായി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം നിങ്ങൾക്കുണ്ട്. ഇതൊന്നും ചെയ്യാതെയുള്ള ന്യായീകരണം മാത്രം വിറ്റുപോകുമോ? മാധു, അത് നിങ്ങൾ ഈ ന്യായീകരണത്തിൻ്റെ ഈ ഒരു പത്രക്കുറിപ്പിൽ മാത്രം ഈ കാര്യത്തെ പരിമിതപ്പെടുത്തുന്നത് ഒരു ശരിയായ രീതിയാണോ എന്ന് മാധു ഒന്നും കൂടി ആലോചിക്കണമെന്ന് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കാരണം വെച്ചാൽ ഈ വിഷയം വളരെ വലുതാണ്. കാരണം ഒരു അവസ്ഥ, ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം മാധു തന്നെ ഇവിടെ സൂചിപ്പിച്ചു, സർക്കാർ ആശുപത്രിക്കകത്ത് ബെഡ് ആവശ്യത്തിന് കിട്ടാതെ പല ആളുകളും താഴത്ത് കിടക്കേണ്ടി വരുന്നു, വിരിയുമായിട്ട് വരുന്നു എന്നുള്ളൊരവസ്ഥ. അവിടെ അത് മാത്രമല്ല, ആ രോഗികളെ നോക്കുന്നതിന് വേണ്ടി എത്ര ഡോക്ടർമാർ, ഡോക്ടർ പേഷ്യൻ്റ് റേഷ്യോ എത്രയായിരിക്കും, നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ എത്രയായിരിക്കും, അവിടെ ബാക്കിയുള്ള സൗകര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന മറ്റെല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ കൂടെ കോംപ്രമൈസ്ഡ് ആകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ആശുപത്രിക്കകത്ത് മാറുക? അവിടുത്തെ വെള്ളത്തിൻ്റെ ആണെങ്കിലും മറ്റു സൗകര്യം, ഇത് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗി വരുമ്പോൾ നിങ്ങൾ വരണ്ട എന്ന് പറയാൻ, ഇപ്പോൾ ശ്രീ ചിത്രയിലെ പോലെ അല്ലെങ്കിൽ RCCയിലെ പോലെ നമുക്ക് അഡ്മിഷൻ നിയന്ത്രിക്കാനൊന്നും സാധാരണ നമ്മുടെ ഈ ഗവൺമെൻറ് ആശുപത്രികളിലോ ഇത്തരം സാധാരണ ആശുപത്രികളിലോ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാനും മറ്റ് അഴിമതി നടത്താനും ഒക്കെ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടുകാരൊക്കെ ചെയ്യുന്നത് നാട്ടുകാരാണല്ലോ. എന്നിട്ട് അതിനും കുറ്റം മറ്റുള്ളവരെ പറയുന്ന അവസ്ഥയാണല്ലോ നമ്മൾ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, എന്നാൽ ഈ സംവിധാനം കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലായില്ല കേട്ടോ, അങ്ങൊന്ന് വിശദീകരിച്ച് പറയാം. എനിക്കത് മനസ്സിലായില്ല. നാട്ടുകാർ എന്ത് ചെയ്യുന്നു എന്നാണ്, അതിന് മാധ്യമങ്ങൾ എന്ത് സപ്പോർട്ട് നൽകുന്നു എന്നാണ് എനിക്കത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞു പോയ വഴി എനിക്ക് മനസ്സിലായില്ല. അതായത് അത് നേരത്തെ മാധു സൂചിപ്പിച്ച എന്താ, അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അഴിമതി കാണിച്ചാലേ നടക്കൂ എന്നുള്ളതാണ് മാധു തന്നെ അവതരിപ്പിക്കുന്നത്. ഇത് ചെയ്യാൻ ശ്രമിക്കുന്ന ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഡോക്ടർ മുബാറക് സാനി. ഞാൻ പറഞ്ഞത് ഇതാണ്, ഏതെങ്കിലും സ്വാധീനമുള്ളവരുടെ കയ്യും കാലും പിടിച്ച് എന്റെ കുഞ്ഞിന്, എന്റെ അച്ഛന്, എന്റെ അമ്മയ്ക്ക് ഇന്ന പ്രശ്നമാണ്, ഒന്ന് വിളിച്ചു പറയൂ എന്ന് പറയുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു വൃദ്ധ നടന്നങ്ങോട്ട് ചികിത്സയ്ക്ക് പോയിട്ട് തിരിച്ച് മോർച്ചറിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നു. സൂപ്രണ്ടിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ച് സൂപ്രണ്ട് പറഞ്ഞിട്ട് പോലും ICUയിലേക്ക് മാറ്റിയില്ല എന്നാണ് അവരുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ സാധ്യമായത്, ഒരു മനുഷ്യൻ ചെന്ന് കയ്യേ കാലം വീഴാണ്, എൻ്റെ അമ്മയ്ക്ക് വയ്യ, മരിച്ചു പോകും, ഒന്ന് CT എടുക്കാൻ പറയൂ, ഒന്ന് എക്സ്റേ എടുക്കാൻ പറയൂ, ഒന്ന് ICUയിലേക്ക് മാറ്റാൻ പറയൂ എന്ന്. അത് അഴിമതിയല്ല, അത് മനുഷ്യന്റെ ഗതികെട്ടുള്ള വിലാപമാണ്. പറഞ്ഞോളൂ മാധു. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സർക്കാർ ആശുപത്രി പൊതുസ്ഥാപനം എന്നുള്ള നിലക്ക് എല്ലാ ആളുകൾക്കും ന്യായമായ രീതിയിൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് ഇന്നത്തേക്കാൾ കൂടുതൽ റിസോഴ്സസ് നമുക്ക് ആവശ്യമുണ്ട്. കേരള സർക്കാർ തീർച്ചയായിട്ടും ഡൽഹി പോയി സമരം ചെയ്യുന്നതും നമ്മുടെ പണം ആരോഗ്യ മേഖലയിൽ പിടിച്ചു വെച്ചതും അത് വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളതും 1 ലക്ഷത്തിലധികം കോടി രൂപ കേരളത്തിന് ലഭിക്കാനുള്ളതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തതല്ലേ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ നോക്കുമ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഇവിടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെക്കേണ്ട ഫണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം. കാരണം വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനൊക്കെ വലിയ തരത്തിൽ നികുതി പണം വരുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിന്നാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ബഡ്ജറ്റിനകത്ത് മാറ്റിവെക്കുന്നത് 1% മാത്രമാണ്. ലോകത്ത് ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കൂ,
അവിടെ 8%, 10% ഒക്കെ ബജറ്റിൻ്റെ തുക മാറ്റിവെക്കുമ്പോൾ ഇവിടെ 1% അതിൽ താഴെ മാറ്റിവെക്കുകയും ആ മാറ്റിവെക്കുന്ന തരത്തിലേക്ക് അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം ഇതിനെ വിമർശിക്കാൻ, ഒരു സിസ്റ്റത്തെ വിമർശിക്കാൻ, അതിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലത്തേക്ക് വിമർശനത്തെ കേന്ദ്രീകരിപ്പിക്കാതെ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം ഇഷ്യൂകളിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് തരം മാറ്റമാണ് ഉണ്ടാവുക? ഇപ്പൊ നേരത്തെ പറഞ്ഞു വന്ദനദാസിന്റെ വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒരു കുഞ്ഞിന് ഒരു ചികിത്സക്കെത്തി അവയവം മാറി ശസ്ത്രക്രിയ നടത്തുന്നു. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ഇതല്ലാതെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മൊത്തത്തിൽ പ്രശ്നമുണ്ട്, അടിസ്ഥാന സൗകര്യമില്ല, നമ്മൾ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊരു ചർച്ച സംഘടിപ്പിച്ചാൽ ഇല്ല. കേരളം നമ്പർ 1 ആണ്, നമുക്ക് പൊന്തൂവലുണ്ട് എന്നുള്ളതായിരിക്കും പ്രതിരോധം. ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് അതിനെ ചുറ്റിപ്പറ്റി അടിസ്ഥാന സൗകര്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലേക്ക്, അതിലെന്തൊക്കെ കെടുകാര്യസ്ഥതയുണ്ടോ അതിലേക്കൊക്കെ നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്നത്. അല്ലാതെ വ്യക്തിപരമായ കാര്യം എടുക്കാതെ പോകാൻ കഴിയുമോ? ഒരു മനുഷ്യൻ അനീതി ഉണ്ടായാൽ അവരോട് ചേർന്ന് നിന്ന് വേണ്ടേ നമ്മൾ ചർച്ച മുന്നോട്ട് പോകാൻ? അതാ ഞാൻ സൂചിപ്പിച്ചത്, ഇതിനകത്ത് ഇത് പുതിയൊരു കാര്യമല്ല, അറിയപ്പെടുന്ന കാര്യമാണ്. അല്ല, അത് പരിഹരിക്കാനുള്ള ചർച്ച എങ്ങനെയാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. ഒരു അപകട സാധ്യത, ഒരു എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എററ് മാത്രമല്ല അവിടെ വിഷയം. എററിനകത്ത് നടപടി എടുക്കണം, അതിനുള്ള ശിക്ഷയും അന്വേഷണമൊക്കെ നടത്തണം. പക്ഷെ അതിനെ പരിഹരിക്കാൻ ആവശ്യമായ ചർച്ച എന്ന് പറയുന്നത് ജനങ്ങൾക്കാകെ ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുകയും ഈ വിഭാഗത്തേക്ക് പോകാതെ ഉള്ള അവസ്ഥ ഉണ്ടാക്കുകയും നമ്മളെ സർക്കാർ സംവിധാനത്തെ അതിൻ്റെ ആ ഒരു ആദരവിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത്. ചർച്ച ചെയ്യുന്നതിനെ പ്രശ്നമുള്ളൂ. അല്ലാതെ തുടരെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ, തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായ അവിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് ജാഗ്രതയോടെ വേണം ആരോഗ്യ സംവിധാനം പ്രവർത്തിക്കാൻ എന്ന ബോധം ഉണ്ടാകരുത്. ഇത് ജനങ്ങൾ അറിയരുത്, കാരണം അവർക്ക് അവിശ്വാസം ഉണ്ടാകും എന്ന നിലപാടൊക്കെ വെച്ച് പുലർത്തിയാൽ വലിയ കഷ്ടമായിരിക്കും. ഡോക്ടർ മുബാറക് സാനി, ഞാൻ വരാം അങ്ങിലേക്ക്. ശ്രീ എം കെ ഹരിദാസ്, നേരത്തെ ശ്രീ റജി ലൂക്കോസ് പറയുകയാണ്, ഞാൻ വരാം അങ്ങിലേക്ക്. നേരത്തെ ശ്രീ റജി ലൂക്കോസ് പറയുകയാണ്, നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയാണ് ഏറ്റവും കൂടുതൽ നവീകരിക്കപ്പെട്ടത് പോയ കാലങ്ങളിലെന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഹോട്ടലാണെന്ന് കരുതിയ ആളുകൾ സ്കൂളിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന്. ഇവിടെയും ഈ പറയുന്ന നമ്മൾ ശ്രീനിവാസിൻ്റെ ഒരു കോമഡി ഉണ്ടല്ലോ, ഹോട്ടലാണെന്ന് കയറി ബാർബർ ഷോപ്പിൽ കയറി ഒരു കട്ടിങ് ഷേവിങ്ങും പോരട്ടെ എന്ന രീതിയിൽ. അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യത്തിനല്ല സർവീസ് കിട്ടുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ കൈവരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നൊരു ആത്മവിശ്വാസ പ്രകടനം മാത്രമായി പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നമ്പർ 1 കുറ്റം പറയുന്നതിന് തുല്യമായി പോകും. ഇത് ഒരു വ്യക്തിയുടെ, ഒരു കുഞ്ഞിന് സംഭവിച്ച പിഴവായി പറയുന്നത് പരിമിതപ്പെടുത്തലാണോ? ഒരു കുഞ്ഞിനൊരു അനീതി ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ലേ? അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യം ചെയ്യുമ്പോഴല്ലേ ആ സംവിധാനത്തെ നമുക്ക് തിരുത്താൻ കഴിയുകയുള്ളൂ. നോക്കൂ, ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ള ആ വിഡ്ഢിത്തം പറഞ്ഞിട്ടുള്ള അതേ കേരളത്തിലാണ് ഒരു വിദ്യാർത്ഥിനി വയനാട് പാമ്പുകടിയേറ്റ് സ്കൂളിലെ ക്ലാസ് റൂമിലെ പൊത്തിൽ നിന്ന് പാമ്പുകടിയേറ്റ് മരിച്ചതെന്ന് മാധു ഓർക്കണം. മാധു അല്ല, റജി ലൂക്കോസ് ഓർക്കണം. ഈ ശിവൻകുട്ടി ഇത് പറഞ്ഞതിൻ്റെ 3-ാം ദിവസമാണ് ചെറുതുരുത്തിയിൽ വി കെൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു LP സ്കൂളിലെ കോൺക്രീറ്റിൻ്റെ മേൽക്കൂര ഭാഗം അടർന്നു വീണുകൊണ്ട് 8-10 കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തും ഇല്ലാത്തത് എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം, അത് പ്രചരിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത് കുറേ പേരിലേക്ക് എത്തിക്കാം. പക്ഷേ സത്യം ഇതൊന്നുമല്ല. ശ്രീ റജി ലൂക്കോസ്, അങ്ങ് അമേരിക്കയെ ഉദാഹരണമാക്കി, ഞാൻ ജാർഖണ്ഡിനെയും ഉദാഹരണമാക്കുന്നു. ഏതെങ്കിലും ഈ അമേരിക്കയിലോ ജാർഖണ്ഡിലോ സാർ ഒരു ICUവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യാൻ മുതിർന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് അങ്ങ് ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ സെർച്ച് ചെയ്തപ്പോൾ 3.1% ഇത്തരത്തിലുള്ള ഒരു അപച്യുതി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം താങ്കൾക്ക് കണ്ടെത്താൻ സാധിച്ചോ സാർ? ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട ഒരു യുവതി 21-22 ദിവസം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ട് നീതിക്ക് വേണ്ടി പൊരുതേണ്ട അവസ്ഥ ഈ അമേരിക്കയിലോ ജാർഖണ്ഡിലോ ഉത്തരാഖണ്ഡിലോ ഉണ്ടായതായിട്ട് അങ്ങേക്ക് കാണാൻ സാധിച്ചോ സാർ? സാർ റജി ലൂക്കോസ്, താങ്കൾ മനസ്സിലാക്കുക, ഇവിടുത്തെ RCC എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 ക്യാൻസർ സെൻ്ററിൽ ചെല്ലുന്നവരോട് ഡോക്ടർമാർക്ക് 3-4 മാസമാണ് സാർ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ് കൊടുക്കുന്നത്. എന്താണ് ഒരു സ്കാനിങ് മിഷൻ, ഒരു MRI മിഷൻ, 2-3 മറ്റേ അൾട്രാസൗണ്ട് സ്കാൻ മിഷൻ
ഇതിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു RCC, ഞാനിത് പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് വേണ്ടപ്പെട്ട 4 or 5 ക്യാൻസർ രോഗികൾ അവിടെ പോയിട്ട് പ്രതീക്ഷയോടുകൂടി പോയിട്ട് ഡേറ്റ് വാങ്ങിയിട്ട് തിരിച്ച് ഗുരുവായൂരിലേക്ക് വന്നിട്ട് അവരുടെ സങ്കടം എന്നോട് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ്. താങ്കൾക്കറിയില്ലേ, 2 മണിക്കും 4 മണിക്കും ഇടയിൽ മാതൃഭൂമി നടത്തുന്ന പ്രതീക്ഷ നടത്തുന്ന ഒരു ചർച്ചയിൽ കഴിഞ്ഞ 6 മാസത്തിലിടയ്ക്ക് 10 ചർച്ചയിൽ താങ്കൾ 4 or 5 ചർച്ചയിൽ താങ്കൾ ഉണ്ടായിരുന്നു. ഈ 10 ചർച്ചയും മെഡിക്കൽ നെഗ്ലിജൻസി, പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥലങ്ങളിലെ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം രോഗികൾ മരിക്കുകയും ഇത്തരത്തിലുള്ള ദുരവസ്ഥ നേരിടുകയും ചെയ്യുമ്പോൾ ചർച്ചയ്ക്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുത്ത ഞാനും താങ്കളും ഉൾപ്പെടുന്ന ആ ചർച്ച നിലനിൽക്കുകയാണോ താങ്കൾ ഈ പറയുന്നത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന്? ഇനി താങ്കൾ മറ്റൊരു കാര്യം പറഞ്ഞു, മനോവീര്യം തകർക്കുന്ന. സാർ, ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു എക്സ്ട്രാ വിരൽ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന കുട്ടിയുടെ ടങ് ടൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപഖ്യാതി പറഞ്ഞു പരത്തിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ മാതാപിതാക്കളുടെ സമ്മതം കൂടാതെ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഇത്തരം ഒരു ചർച്ച വെച്ചതുകൊണ്ട് മനോവീര്യം തകരുന്ന ഒരു ചികിത്സാ സമ്പ്രദായവും ഒരു ഡോക്ടർമാരുമാണ് കേരളത്തിലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല സാർ. അങ്ങനത്തെവർ നമുക്ക് വേണ്ട. ഒരു വില്ലേജ് ഓഫീസിലെ ഒരു വില്ലേജിൻ്റെ അസിസ്റ്റൻ്റ് 2 കോടി രൂപ കൈക്കൂലി വാങ്ങി വീട്ടിൽ വെച്ചപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസർമാരും അത്തരത്തിലുള്ള കോടിപതികളായതുകൊണ്ടല്ല സാർ. അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു കൂലിത്തർക്കത്തിൻ്റെ പേരിൽ അസഭ്യം വിളിച്ചു പറഞ്ഞ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുറ്റം പറയുന്നത് എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മോശമായതുകൊണ്ടാണോ? അപ്പോൾ അവർക്കില്ലാത്തൊരു ആനുകൂല്യം ഡോക്ടർമാർക്ക് വേണമെന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായ പ്രവണതയാണ്. ഇത് ചർച്ച ചെയ്യണം. നാളെ ഇനി ഇത്തരത്തിലൊരു കുട്ടി ഉണ്ടാകരുത്, ഒരു ഹർഷീന ഉണ്ടാകരുത്, ഒരു ICU പീഡന കേസിൽ വിലപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ. അതിന് ഇത്തരം ചർച്ചകൾ ആവശ്യമാണെങ്കിൽ അതിനെ എന്ത് തന്നെയായാലും എന്ത് വില കൊടുത്തും എന്നെ പോലുള്ളവര് അതിനെയാണ് സംരക്ഷിക്കുക. ഇത് തൊണ്ടയിടറിയിട്ടാണ് അവർ പറയുന്നത്. ശ്രീ റെജിലുക്കോസ്, ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ആരോഗ്യമേഖലയിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു പരാതിയാണ് അവർക്ക് ആവശ്യത്തിന് ആരോഗ്യവകുപ്പിൽ ജീവനക്കാരില്ല, ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ല, വലിയ തോതിൽ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ സംഘർഷഭരിതമായ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് അവർക്ക് ഇത്തരം പിഴവുകൾ ഉണ്ടാകുന്നത് എന്ന്. ഇതിന് എന്ത് പരിഹാരം ചെയ്യാൻ കഴിയും? ആരാണ് അതിന് പരിഹാരം കാണേണ്ടത്? നേരത്തെ അങ്ങ് എതിർത്തുവെങ്കിലും നേരത്തെ ഡോക്ടർ മുബാറക് സാനി പറയുന്നുണ്ടായിരുന്നു, മാധു തന്നെ പറഞ്ഞതുപോലെ വിനയം കൊണ്ട് ആളുകൾ വരുന്ന സാഹചര്യത്തിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല മാധു, അതിനുള്ള മറുപടി ഒരു മെഡിക്കൽ കോളേജിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി പോലെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനത്തിൽ ഒരു ഡോക്ടർ എത്രയോ രോഗികളെയാണ് നോക്കണമെന്നുള്ളത് നമ്മൾ ആ പ്രദേശത്തൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും. 100 കണക്കിന് രോഗികളാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് രോഗികളുടെ എണ്ണം കൂടും. കാരണം പകർച്ചവ്യാധികളും മഴ ആരംഭിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കൂടത്തേ ഉള്ളൂ. ഇവർ ഊണും ഉറക്കവും ഇല്ലാതെ കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ കൊണ്ട് ഈ രോഗികളെ നോക്കുമ്പോൾ നമ്മൾ അവരെ ഇതുപോലെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വിമർശിക്കണം. കേരളം എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ജാഗ്രതയോടെ നിൽക്കുന്നത്? ഇത്തരം വിമർശനങ്ങൾ തെറ്റുകൊണ്ട് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിമർശകർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു തർക്കമില്ല. നേരത്തെ ഇവിടെ ഹരിദാസ് സാർ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാനത് യുപിനെ കമ്പയർ ചെയ്യാനൊന്നും പറയുന്നില്ല, എങ്കിലും പറയുമ്പോൾ എല്ലാം പറയണല്ലോ. 800ഓളം കുട്ടികളാണ് 2 മെഡിക്കൽ കോളേജുകളിൽ അവിടെ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയത്. ശിശുക്കൾ മരിച്ചുപോയത് ഓക്സിജൻ കിട്ടാനാണ് കൂടുതൽ ആളുകൾ മരിച്ചുപോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കേരളം, അവിടെയൊന്നും നമുക്ക് കമ്പാരിസൺ പോലും ഇല്ല. ഇപ്പോൾ കേരളത്തിലൊരു ചെറിയ വീഴ്ച വന്നാലും വിമർശിക്കും, അത് വിമർശിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇന്നിപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞ ദിവസം. ആ വീഴ്ച ഉണ്ടായ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അവരെ ആ ഡോക്ടറെ സസ്പെൻഷനിൽ നിർത്തി, അതിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊരു നടപടി വേറെ എവിടെ ഉണ്ടാകുന്നത്? നിങ്ങളിപ്പോൾ പാശ്ചാത്യ രോഗങ്ങളിലൊക്കെ അതൊക്കെ ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യമൊക്കെ ആശ്രയിച്ചാണ് നടപടികളൊക്കെ വരുന്നത്. ആ കഥയിലേക്കൊന്നും പോകേണ്ട, അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച ഇവിടെ തീരത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തിയുണ്ട് സർക്കാരുകൾക്ക്. അതുകൊണ്ട് ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിൽ പ്രോപ്പറായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹർഷനയ്ക്ക് മുൻപിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങ് പറയുന്നത് ഉടനടി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന്. അങ്ങനെ എത്ര റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ടെന്ന് എത്ര തവണ ആരോഗ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ ഹർഷനയ്ക്കൊപ്പമാണ്, സർക്കാർ ഹർഷനയ്ക്കൊപ്പമാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് ഞാൻ എത്ര തവണ നേരിട്ട് കേട്ടിട്ടുണ്ട്.
ഹർഷനെ എത്ര തവണ അത് വിശ്വസിച്ചിട്ടുണ്ട്? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അനീതിക്കിരയായി നീതി കിട്ടാതെ വേദനയും തിന്നത് അടുത്ത സർജറിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഹർഷന. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് പോകുന്നത്. സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കാനുള്ള മാനസികാവസ്ഥ അവർക്കിപ്പോഴില്ല. ഇതൊക്കെ ആര് മറുപടി പറയും? അല്ല മാധു, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ ആ സഹോദരിക്കൊപ്പം ഒരു തർക്കമില്ല. കേരളം മുഴുവൻ അവർക്കൊപ്പം. അവരെ ഈ ചർച്ചയിൽ അല്ല, ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ ദയവായിട്ട്. അതായത് ഹർഷനയ്ക്ക് സംഭവം ഉണ്ടായത് എവിടെ, ഏത് ഹോസ്പിറ്റലിൽ, താമരശ്ശേരിയിലോ മറ്റാണ് അവർ ആദ്യം ട്രീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞാണ് അവർ മെഡിക്കൽ കോളേജ് എത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോൾ അവർക്ക് ഈ വിഷയം പുറത്തു വന്ന ഉടനെ അടിയന്തരമായിട്ട് സർക്കാർ 2 ലക്ഷം രൂപ അനുവദിച്ചു. ആ സഹോദരി അത് തിരസ്കരിച്ച് അത് പോരാന്ന് പറഞ്ഞു. അത് അവരുടെ സെൽഫ് ഡിസ്കഷനാണ്, അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ആ മെഡിക്കൽ കോളേജ് തന്നെ ഈ വീഴ്ച വരുത്തിയ ഡോക്ടേഴ്സിന് പോലീസ് നടപടി എടുത്ത് അവർ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അതിലേക്ക് കടന്നു. അവർക്ക് നീതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഗവൺമെൻറ് എങ്ങനെ ആക്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആലോചിക്കണ്ടേ. അവരോടൊപ്പമാണ് നമ്മൾ 2 തവണ അവരെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി നേരിട്ട് കയറി സംസാരിച്ചു, അവരോട് സംസാരിച്ചു. അതിലൊന്നും തൃപ്തി വരാതെ കൊണ്ട് സഹോദരി വീണ്ടും അവരുടെ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിലൊരു തർക്കം, അവരോടൊപ്പം തന്നെ നമ്മൾ. പക്ഷേ സർക്കാരിനെ ഒരു വൺ സൈഡായിട്ട് ഇതിനെ വിമർശിക്കുമ്പോൾ എന്താണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് കൂടി നമ്മൾ പറയാൻ ബാധ്യതയല്ലേ. ഇപ്പൊ ഞാൻ ലക്ഷക്കണക്കിന് സ്ത്രീ ഇറങ്ങി വന്ന് ഇത്രയും അധികം ദിവസങ്ങൾ നിൽക്കണമെങ്കിൽ എത്ര അനീതി അവർക്കുണ്ടായിട്ടുണ്ടാകണം. ഞാൻ ഈ ഹർഷനയുടെ വാർത്ത ആദ്യം കേൾക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, നിനക്ക് മാത്രം വേദന ഒരിക്കലും തീരില്ലേ എന്ന ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രസവിച്ചെണീക്കുന്ന സ്ത്രീകളോട്, കുഞ്ഞുങ്ങളെ നോക്കാനുള്ളവരോടൊക്കെ സമൂഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടെന്നേ പല സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്ന ചോദ്യം പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വേദനയുള്ളപ്പോൾ സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നീതി തേടുമ്പോഴാണ് ഈ പറയുന്ന തെരുവിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ആദ്യത്തെ ദിവസം ചേർത്ത് നിൽക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം ചേർത്ത് നിർത്തണം. അതിനുള്ള ഉത്തരവാദിത്തം വേണം, അതിനുള്ള മാനുഷിക പരിഗണന വേണം. അതൊന്നും കിട്ടാതെ പോകുമ്പോഴാണ് ഈ പെൺകുട്ടിക്ക് തെരുവിൽ പോയി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ല, ഒരു കാര്യം ഉറപ്പാണ്, ആ സഹോദരിയോട് ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു ചെറിയ വിഭാഗം ഉണ്ടെങ്കിൽ അവരൊക്കെ സാമൂഹിക ദ്രോഹികളാണ്, ഒരു തർക്കമില്ല. നമ്മളൊക്കെ ഹർഷനയോട് ചോദിച്ചു എന്നല്ല പറയുന്നത്, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളെ പൊതുവെ പറഞ്ഞതാണ്. പറയുന്ന ഉദാഹരണങ്ങൾ പലതായിരിക്കും. എന്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വന്നു, നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന പ്രസവ വേദനയും അതിനുശേഷമുള്ള ക്ഷീണവും അതിനുശേഷമുള്ള ഡിപ്രഷനും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് നമുക്കിടയിൽ. അതിനിടയിൽ വെച്ചുകൊണ്ടാണ്, അത്തരം സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന വലിയ വേദനകളൊക്കെ താങ്ങേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതിന് ഉപോത്ബലകമായിട്ടൊരു കാര്യം പറയാം, 1 മിനിറ്റ് തന്നാൽ മതി. അതുപോലെ സ്ത്രീകളെ വേട്ടയാടുകയും സ്ത്രീകൾക്ക് ഈ രീതിയിലുള്ള മോശമായ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പാവപ്പെട്ട സഹോദരി ഉൾപ്പെടെയുള്ള സമൂഹത്തിനോട് ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ചെറിയ വിഭാഗം കേരളത്തിലുണ്ട്. അവരെ ഊട്ടി വളർത്താനല്ലേ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത്. സ്ത്രീ വേട്ടക്കാരൻ എന്നുള്ള തെളിഞ്ഞ ചരിത്രമുള്ള ഒരു വ്യക്തിയെ മഹാനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എത്രയോ ചർച്ചകളോട് നടന്നു. അപ്പൊ അത് സ്ത്രീകളുടെ ഒരു വലിയ വലിയ വെല്ലുവിളി. നാളെ നിങ്ങളെ സംശയിക്കാനത് ട്രാക്ക് റെക്കോർഡ് സ്ത്രീകൾക്കെതിരെയാണെന്ന് തെളിഞ്ഞൊരു ട്രാൻസ്പോർട്ട് കണ്ടക്ടറെ ഇവിടെ മഹാനായിട്ട് ചിത്രീകരിച്ചില്ല. അപ്പൊ സ്ത്രീകളോടുള്ള എന്ത് കരുണയാണ് ഞാൻ മാധുരല്ല ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുപോലെയുള്ള വേട്ടക്കാർ ചെയ്തത് എത്രയോ അയാളെ കുത്തിയിരുത്തിക്കൊണ്ട് അയാളെ മഹാനാന്നും അയാൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി. ഇപ്പൊ തന്നെ UK എന്നൊരു വിദ്വാൻ ഇതിലൊന്നും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ഈ സ്ഥാപനത്തിനോ എനിക്കോ ഇല്ല എന്നുള്ളിടത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട്. സംഘടിതമായ ഒരു മാധ്യമങ്ങളും ഞങ്ങളുടെ ആത്മവീര്യം തകർക്കുന്നു എന്ന് പറഞ്ഞ് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുടപിടിക്കുന്നുമില്ല എന്നുള്ളിടത്താണ് ഈ പണി ചെയ്യാനുള്ള ആത്മാഭിമാനവും ആത്മവിശ്വാസവും. ശ്രീ റജി ലൂക്കോസ്, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.